ഓഫീസുകൾ കയറിയിറങ്ങി തേഞ്ഞുപോയതാണ് സദാനന്ദന്റെ രണ്ട് കാൽമുട്ടുകളും. ചുവപ്പുനാടയിൽ കുരുങ്ങി വീണുപോയ ജീവിതത്തിൽ സ്വയം ഊന്നുവടിയായി മാറിയ പഴയ 10ാം ക്ലാസ്സുകാരൻ. ഈ കടലാസുകെട്ടുകൾ പറയും സദാനന്ദന്റെ ജീവിത പോരാട്ടം. കന്നുകാലികളെ വളർത്താൻ വായ്പയ്ക്കായി കായംകുളം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ 1987 കർഷക തൊഴിലാളിയായിരുന്ന 36-കാരൻ അപേക്ഷ നൽകിയത്. സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് വായ്പ നിഷേധിച്ചു. സ്വയം തൊഴിൽ കണ്ടെത്താൻ ആഗ്രഹിച്ച ചെറുപ്പക്കാരന് ഭരണകൂടം നൽകിയത് 8ന്റെ പണി. സർക്കാർ ഓഫീസുകൾ മുതൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ വരെ സദാനന്ദൻ നിയമപോരാട്ടം നടത്തി. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സർക്കാർ ജീവനക്കാർ ചേട്ടനെ ഇങ്ങനെ ഓടിച്ചത്? പ്രതികരിക്കാത്ത ലക്ഷക്കണക്കിന് ആളുകളുടെ അപേക്ഷകൾ കിടക്കുക. ഞാനിതിൻ്റെ പുറകിൽ പോയത് കൊണ്ടാണ് ഇത് വെളിയിൽ വന്നത്. പിണറായി വിജയൻ സഖാവ് ഉൾപ്പെടെ 10 മുഖ്യമന്ത്രിമാരുടെ മുന്നിലൂടെ വന്ന ഫയലാണിപ്പോൾ. ഇത്രയും നാള് എന്തുകൊണ്ടാണ് ഈ പോരാട്ടം നടത്തിയത്? പാവപ്പെട്ടവൻ സർക്കാർ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അവനെ കാണുന്ന വേറൊരു കണ്ണുകൊണ്ടാണ്. എനിക്കുണ്ടായ ഈ ദുരനുഭവം മനുഷ്യാവകാശ കമ്മീഷൻ ഈ സർക്കാരിനൊരു നിർദ്ദേശം കൊടുത്തു. സേവനാവകാശ ബില്ലിൻ്റെ ഫ്രണ്ടിൽ ഈ ചരിത്രം ചേർക്കണം. അന്ന് ഈ ലോൺ കിട്ടിയായിരുന്നെങ്കിൽ ജീവിതം കുറച്ചുകൂടെ ഒക്കെ മെച്ചപ്പെട്ടേനോ? തീർച്ചയായിട്ടും മെച്ചം. അതിന് ചെറുപ്പമായിരുന്നു. അത് കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ഇത്രയും തകർന്നു പോകത്തില്ല. ഇപ്പോൾ എനിക്ക് ആകെയുള്ള ആശ്രയം എന്ന് പറയുന്നത് സർക്കാർ തരുന്ന 1600 രൂപ മാത്രമേ ഉള്ളൂ. ഭാര്യ ഞാനും അസുഖക്കാരായിപ്പോയി. ചേട്ടൻ എങ്ങനെ നീതി കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? എൻ്റെ പ്രതീക്ഷ ഗവൺമെൻറ്റിൻ്റെ കണ്ണ് തുറക്കണം. ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ അടിമകളായി മാറുന്ന രീതിയാണ് കാണുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് മുമ്പിൽ ഇവർ തെറ്റായ വാർത്ത എഴുതി. പിണറായി വിജയൻ സഖാവ് അദ്ദേഹം 1/4/2022 ഉത്തരവിനും ഇവർ 3 തവണ തെറ്റായ റിപ്പോർട്ട്, ഒറിജിനൽ റിപ്പോർട്ട് 22 തവണ കൊടുത്തിട്ട് മറുപടിയില്ല. ഗവൺമെൻറ് അന്വേഷണ കമ്മീഷനെ വെച്ച് എല്ലാ തെളിവുകളും ഹാജരാക്കുന്നുണ്ട്. തെളിവുകൾ മറച്ചു വെച്ചുകൊണ്ട് ഇവർ ഇങ്ങനെ എഴുതുക. 2017 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ച നഷ്ടപരിഹാരമെങ്കിലും നൽകാൻ ഭരണകൂടം തയ്യാറാകണം. ബോണിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്.